ഹായ് ഫ്രണ്ട്സ്, നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന ആളല്ലേ? നമ്മളൊക്കെ ഒത്തിരി ബിസിനസ് ചെയ്യുന്ന സ്ഥാപനങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. ഒരു ടെക്സ്റ്റൈൽ ഷോപ്പാണേലും സൂപ്പർ മാർക്കറ്റ് ആണേലും ഹാർഡ്വെയർ ഷോപ്പാണേലും. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള ബിസിനസ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ, പുതിയതായിട്ട് തുടങ്ങുന്ന സ്ഥാപനങ്ങളാണെങ്കിൽ അവർ തുടക്കം തൊട്ട് തന്നെ അവർ കൃത്യമായുള്ള അവരുടെ ബിസിനസ്സിൻ്റെ ട്രാക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റാതെ പോവുകയും അതുപോലെ തന്നെ ഒരു 2, 3, 4, 5 മാസം കൊണ്ട് തന്നെ അവരുടെ ബിസിനസ്സിൻ്റെ വോളിയം കറക്റ്റായി ക്രമപ്പെടുത്താൻ പറ്റാതെ വരികയും അവർ ബിസിനസ് ഡൗൺ ആവുകയും അവർ ബിസിനസ് നിർത്താനുള്ളൊരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് കൂടുതലുണ്ടാകുന്നത് തുടക്കം മുതൽ തന്നെ അവർ കൃത്യമായ അതിൻ്റെ പർച്ചേസ്, അതിൻ്റെ സെയില് ഇല്ലെങ്കിൽ അതിൻ്റെ എൻറ്റയർ ഫങ്ഷൻസ് കൃത്യമായി കൺട്രോൾ ചെയ്യാത്തതുകൊണ്ടാണ് കൃത്യമായി അതിനകത്ത് റിസൾട്ട് കിട്ടാതെ വരികയും അവർ കുറേ നാൾ ബിസിനസ് റണ്ണായി കഴിഞ്ഞത് പതുക്കെ ഗ്രാജുവലി ഡൗൺ ആയി സ്റ്റോപ്പ് ചെയ്യാനുള്ളൊരു അവസ്ഥയിലോട്ട് പോകുന്നത്. ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് സെയില്, പർച്ചേസ് റിട്ടേൺ, അതുപോലെ സെയിൽസ് റിട്ടേൺ, ബിസിനസ്സിലൂടെ ഉണ്ടാകുന്ന പ്രോഫിറ്റ് ഇത് കൃത്യമായി ട്രാക്ക് ചെയ്യുകയും എക്സ്പെൻസുകളെ കൃത്യമായി കറക്റ്റ് ചെയ്ത് കൊണ്ടുവരികയും ചെയ്യാത്തത് മൂലമാണ് അല്ലേ? നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഇതിനു വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ബില്ലിംഗ് സോഫ്റ്റ്വെയറിലൂടെ നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ കൺട്രോൾ ചെയ്യുകയും ബിസിനസ്സിലൂടെ കിട്ടുന്ന പ്രോഫിറ്റിനെ കൃത്യമായി മനസ്സിലാക്കുകയും അത് കൃത്യമായി എക്സ്പെൻസിലോട്ട് കൊണ്ടുവരികയും നമുക്ക് ചെയ്യാൻ സാധിക്കും. നല്ലൊരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇങ്ങനെയുള്ള ബിസിനസ് സംരംഭങ്ങളൊക്കെ ഒട്ടുമിക്കതും കൃത്യമായ കറക്റ്റായിട്ടുള്ള ബിസിനസ് കറക്റ്റായി കൊണ്ടുപോകാത്തതിലൂടെ നമ്മൾ അതിൻ്റെ ബിസിനസ്സിൻ്റെ വോളിയം ഡൗൺ ആയിട്ടാണ് മിക്കപ്പോഴും സ്റ്റോപ്പായി പോകുന്നത്. അതിന് കാരണം ബില്ലിംഗ് സോഫ്റ്റ്വെയർ തന്നെയാണ്. ഒരു പരിധിവരെ ബില്ലിംഗ് സോഫ്റ്റ്വെയറിനകത്ത് കൃത്യമായിട്ടുള്ള എൻട്രീസ് പോകുന്നില്ല, കൃത്യമായിട്ടുള്ള ഔട്ട്പുട്ട് അവർ നോക്കുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഞാൻ നല്ലൊരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി തരാം. ആ ബില്ലിംഗ് സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് ബാലസ്റ്റ് ബില്ലിംഗ് സോഫ്റ്റ്വെയർ. ബാലസ്റ്റ് ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഇന്ന് കേരളത്തിനകത്തും പുറത്തുമായി ഒട്ടനവധി ബിസിനസ് സംരംഭകർ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറാണ് ബാലസ്റ്റ് ബില്ലിംഗ് സോഫ്റ്റ്വെയർ. ബാലസ്റ്റ് ബില്ലിംഗ് സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ സാധാരണക്കാർക്കും ബിസിനസ് ഓണേഴ്സിനും, ഇപ്പോൾ ബിസിനസ് ഓണേഴ്സ് ഒട്ടുമിക്ക ബിസിനസ് സ്ഥാപനം നടത്തുന്ന ആളുകൾക്കും ബില്ലിങ്ങിനെ കുറിച്ച് വലിയ ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ ബില്ല് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു സ്റ്റാഫിനെ അവർ നിയമിക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. അപ്പം കുറേ നാൾ ബില്ല് ചെയ്യുന്ന സ്റ്റാഫ് ബില്ലിങ്ങിലിരിക്കുന്നു, ഓക്കെ, കുഴപ്പമില്ല. അങ്ങനെ ചിലപ്പോഴൊക്കെ ബില്ലിംഗ് സ്റ്റാഫിൻ്റെ അവൈലബിലിറ്റി ഇല്ലാതെ വരുന്ന സിറ്റുവേഷൻ, ഇപ്പോൾ സ്റ്റാഫ് ലീവാണ്, അവധിയാകുന്ന ദിവസങ്ങളിൽ ഓണർമാർക്ക് ബില്ലടിക്കാൻ പറ്റാത്ത വരുന്ന ഒരവസ്ഥ. അപ്പോൾ നമുക്ക് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ അതിനുണ്ടെങ്കിൽ ഓണർക്കും അതുപോലെ സ്റ്റാഫിനും ഒരേപോലെ, ഇപ്പോൾ സ്റ്റാഫ് ഇല്ലാത്ത സമയത്ത് ഓണർ ഉണ്ടെങ്കിൽ ഓണർക്ക് ബില്ലടിക്കാം. അപ്പോൾ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടൊരു ബില്ലിംഗ് സോഫ്റ്റ്വെയറാണ് ബാലസ്റ്റ് ബില്ലിംഗ് സോഫ്റ്റ്വെയർ. ബാലസ്റ്റ് ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഇന്ന് കേരളത്തിനകത്തും പുറത്തുമായി ഒത്തിരി ബിസിനസ് സ്ഥാപകർ ഉപയോഗിക്കുന്ന ബില്ലിംഗ് സോഫ്റ്റ്വെയറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാലസ്റ്റ് ബില്ലിംഗ് സോഫ്റ്റ്വെയറിൻ്റെ ചെറിയൊരു ഓവർവ്യൂ നമുക്ക് നോക്കാം. ബാലസ്റ്റ് ബില്ലിംഗ് സോഫ്റ്റ്വെയറിൻ്റെ ഇൻ്റർഫേസാണ് നമ്മൾ ഈ ഡിസ്പ്ലേയിൽ കാണുന്നത്. ഞാനിപ്പോൾ ഇത് ലോഗിൻ ചെയ്യാം. ഇവിടെ ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഒരു ബില്ലിങ്ങിലിരിക്കുന്ന ഒരാൾക്ക് ഈ സോഫ്റ്റ്വെയറിനകത്തുള്ള ഫങ്ഷൻസ്, എൻറ്റയർ ഫങ്ഷൻസ് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് സോഫ്റ്റ്വെയറിൻ്റെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാം, ഈ ബില്ലിംഗ് സോഫ്റ്റ്വെയറിനകത്ത് ഇവിടെ സെയിൽ ഇൻവോയ്സസ് എന്ന് പറയുന്നൊരു പോർഷൻ നമുക്കിവിടെ കാണാം. അതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡ് ഇൻവോയ്സ് റിട്ടേൺ കാണാം, എസ്റ്റിമേറ്റ് കാണാം, തുടർന്ന് പർച്ചേസ് കാണാം, പർച്ചേസ് റിട്ടേൺ, അതുപോലെ പർച്ചേസ് ഓർഡർ, റിസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ്സ്, കസ്റ്റമർ/വെൻഡേഴ്സ്, അങ്ങനെ തുടങ്ങി നമുക്ക് പ്രൊഡക്റ്റ് ബാർ സർവീസ്, റിപ്പോർട്ട്, സെറ്റിങ്സ്. ഇത്രയും പാർട്ടാണ് ബാലസ്റ്റ് ബില്ലിംഗ് സോഫ്റ്റ്വെയറിൻ്റെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഇൻവോയ്സുമായി ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളും, പുതിയൊരു ബില്ല് പ്രിപ്പയർ ചെയ്യുക, അതുപോലെ തന്നെ നേരത്തെ വന്നിരിക്കുന്ന ബില്ലുകൾ നമ്മൾ സെർച്ച് ചെയ്തെടുക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു 1-2 മാസം എത്ര ബില്ലടിച്ചു ആ ബില്ലുകളുടെ ഒക്കെ ഒരു വ്യൂ കാണുക, നമുക്ക് ഇന്നലെ അടിച്ചൊരു ബില്ലിൻ്റെ ഒരു പ്രിൻ്റ് എടുക്കണമെങ്കിൽ അതെടുക്കുക. ഇതെല്ലാം നമ്മൾ ഇൻവോയ്സസ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തൊട്ട് റൈറ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ ഇൻവോയ്സ് റിട്ടേൺ എന്ന് പറയുന്ന സെക്ഷനാണ്. ഇൻവോയ്സ് റിട്ടേൺ എന്ന് പറയുമ്പോൾ സെയിൽ കൊടുത്തിരിക്കുന്ന ഐറ്റം റിട്ടേൺ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക, കഴിഞ്ഞ കുറച്ച് നാളായിട്ട് എത്ര സെയിൽസ് റിട്ടേൺ വന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഡേറ്റ് കൊടുത്ത് നമുക്കിനകത്ത് വളരെ ഈസി ആയിട്ട് സെർച്ച് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. പിന്നെ വരുന്നത് എസ്റ്റിമേറ്റ് എന്ന് പറയുമ്പോഴേക്കും മിക്കപ്പോഴും ചില കസ്റ്റമർ നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്, എന്താണ് കുറേ ഐറ്റത്തിന് എല്ലാത്തിനും കൂടെ എത്ര എമൗണ്ട് ആയി? ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാത്തിനും കൂടി ഇത്ര എമൗണ്ട് ആയെന്ന് പറഞ്ഞ് നമുക്ക് എസ്റ്റിമേറ്റ് ഇല്ലെങ്കിൽ കൊട്ടേഷനായിട്ട് നമുക്ക് നമ്മുടെ കസ്റ്റമറിന് പ്രിൻ്റ് ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ മെയിൽ ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ പിന്നെ പോകുന്നത് പർച്ചേസാണ്.
പർച്ചേസ് എന്ന് പറയുമ്പോൾ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുക, കൃത്യമായിട്ട് സ്റ്റോക്ക് എൻ്റർ ചെയ്യുക, ഇൻവെൻട്രി മാനേജ് ചെയ്യുക, അതുപോലെ സപ്ലൈയുടെ കാര്യങ്ങളൊക്കെ പേയ്മെൻറ്റ്സ് ക്ലിയർ ആയിട്ട് ഇല്ല, അതെല്ലാം ഇവിടെയാണ് നമ്മൾ എൻ്റർ ചെയ്ത് പോകുന്നത്. പിന്നെ വരുന്നത് പർച്ചേസ് റിട്ടേൺ ആണ്. പർച്ചേസ് റിട്ടേൺ എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, പർച്ചേസ് റിട്ടേൺ എന്ന് പറയുമ്പോഴേക്കും ഒരു സപ്ലയർ കുറേ സാധനങ്ങൾ നമുക്ക് തന്നു, ഡാമേജ് ആയിട്ട് ഐറ്റം നമ്മൾ റിട്ടേൺ സപ്ലയർക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ചിലപ്പോൾ ഇൻവാലിഡ് ആയിട്ട് ചിലപ്പോൾ തെറ്റിപ്പോയിട്ട് പല ഐറ്റവും പർച്ചേസിനകത്ത് വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഐറ്റം തിരിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ പർച്ചേസ് റിട്ടേൺ എന്ന് പറയുന്ന എൻട്രി ഇതിനകത്ത് നമുക്ക് കാണാം. അതേപോലെ പർച്ചേസ് ഓർഡർ എന്ന് പറയുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു നമ്മൾ കാണാറുള്ള മറ്റുള്ള സോഫ്റ്റ്വെയറിനകത്തും ഈ പർച്ചേസ് ഓർഡർ എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ ഇതിനകത്ത് പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത് ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് നമുക്കിപ്പം നമ്മുടെ സ്ഥാപനത്തിൽ കുറേ ഐറ്റം നമുക്ക് സ്റ്റോക്ക് ഡൗൺ ആയി പോയി. അപ്പോൾ കുറേ ഐറ്റം ഒന്നിച്ച് നമുക്കൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് സപ്ലയറിലോട്ട് നമുക്കൊരു പർച്ചേസ് ഓർഡറായിട്ട് നമുക്ക് മെയിൽ അയക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പിലോട്ട് സെൻഡ് ചെയ്യാനോ പറ്റും. അതാണ് പർച്ചേസ് ഓർഡർ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനാണ്. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ നമ്മുടെ സ്ഥാപനത്തിലെ വരവ് ചെലവ് കണക്കുകൾ, ഇപ്പോൾ ഉദാഹരണം പറയുന്ന സപ്ലയറിന് നമ്മൾ പല ടേം ആയിട്ടായിരിക്കും പേയ്മെൻറ്റ്സ് കൊടുക്കുന്നത് അല്ലേ. നമുക്ക് ചില ഡേറ്റ് ഇട്ട് പല തവണയായിട്ടായിരിക്കും ഒരു പർച്ചേസിൻ്റെ ബില്ല് എമൗണ്ട് നമ്മൾ പേ ചെയ്യുന്നത്. അപ്പോൾ ആ എമൗണ്ടുകളൊക്കെ നമുക്ക് ഇതുവഴിയാണ് നമ്മൾ പേ ചെയ്യുന്നത്. അപ്പോൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഈ സെക്ഷൻ. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാഫിൻ്റെ സാലറി, നമ്മുടെ ഷോപ്പിന് റെൻ്റ് ആണെങ്കിൽ റെൻറ്റ്, അതുപോലെ എല്ലാ എക്സ്പെൻസുകളും നമുക്ക് ഇതിനകത്ത് എൻ്റർ ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ് ഈ ഒരു സെക്ഷൻ്റെ പ്രത്യേകത. പിന്നെ വരുന്നത് കസ്റ്റമർ/വെൻഡേഴ്സ്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സപ്ലയറേയും അതുപോലെ നമ്മുടെ കസ്റ്റമറേയും ആഡ് ചെയ്യുക, അവരെ എഡിറ്റ് ചെയ്യുക, മാനേജ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. നമ്മൾ റെഗുലറായിട്ട് വരുന്ന കസ്റ്റമറെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ കസ്റ്റമർ റെഗുലറായിട്ട് വരുന്നുണ്ട്, കസ്റ്റമർ സ്പെസിഫിക് ഡിസ്കൗണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് നമ്മൾ കസ്റ്റമറെ ആഡ് ചെയ്തിട്ടാണെങ്കിൽ നടക്കാൻ പറ്റുള്ളൂ. കസ്റ്റമർ കൃത്യമായിട്ട് ആഡ് ചെയ്തിട്ടാൽ കസ്റ്റമർക്ക് ബില്ലടിക്കാൻ പറ്റും. പിന്നെ വരുന്നത് ഇവിടെ പ്രൊഡക്റ്റ് ബാർ സർവീസസ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനാണ്. ഈ പ്രൊഡക്റ്റ് ബാർ സർവീസസ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ നമുക്ക് നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ എന്തൊക്കെ പ്രൊഡക്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അത്രയും പ്രൊഡക്റ്റിൻ്റെ നെയിമും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കുക. അത് പീസസ് ആണെങ്കിൽ പീസസ്, അല്ലെങ്കിൽ മീറ്റർ ആണെങ്കിൽ മീറ്റർ, യൂണിറ്റ് ഏത് ടൈപ്പ് യൂണിറ്റാണ് ആ യൂണിറ്റ് കൊടുക്കുക. അതുപോലെ അതിൻ്റെ GST, അതിൻ്റെ HSN കോഡ് അതൊക്കെ കൃത്യമായിട്ട് അസൈൻ ചെയ്ത് ഐറ്റം ക്രിയേഷൻ അഥവാ പ്രൊഡക്റ്റ് ക്രിയേഷൻ, അതാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് ബാർ സർവീസസ് എന്ന് പറയുന്ന ഈ ഹെഡിനകത്ത് നമ്മൾ ചെയ്യുക. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഡാഷ്ബോർഡാണ് നമ്മൾ ഈ താഴത്തോട്ട് കാണുന്നത്. ഞാനിപ്പോൾ മെയിൻ മെനു ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ റൈറ്റ് സൈഡ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ റിപ്പോർട്ട് എന്ന് പറയുന്ന ഈ സെക്ഷനകത്ത് നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇതൊരു ഡാഷ്ബോർഡാണ്. ഇതൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് ടുഡേ സെയിൽ, കറണ്ട് മന്ത് സെയിൽ, അതുപോലെ തന്നെ ടുഡേയ്സ് പർച്ചേസ്, കറണ്ട് മന്ത് പർച്ചേസ്, കറണ്ട് സ്റ്റോക്ക് വാല്യൂ ഇവിടെ നമുക്ക് ഇങ്ങനെ കാണാം. അതേപോലെ തന്നെ ഇതിനകത്ത് 100 കണക്കിന് റിപ്പോർട്ടുകളുണ്ട്. സെയിലിൽ തന്നെ ഒത്തിരി റിപ്പോർട്ടുകളുണ്ട്. സെയിൽസ് റിട്ടേൺ, സെയിലിനകത്ത് തന്നെ ഡേറ്റ് വെച്ചുള്ള സെയിൽ റിപ്പോർട്ട്, ഐറ്റം വൈസ് സെയിൽ റിപ്പോർട്ട്, ഐറ്റം സമ്മറി റിപ്പോർട്ട്, അതുപോലെ തന്നെ സെയിൽ GST സമ്മറി റിപ്പോർട്ട്, അങ്ങനെ ഒത്തിരി റിപ്പോർട്ടുകൾ സെയിൽ റിപ്പോർട്ടിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് പർച്ചേസ് റിപ്പോർട്ടും, അതുപോലെ തന്നെ സ്റ്റോക്ക് റിപ്പോർട്ട്, അക്കൗണ്ട് റിപ്പോർട്ട്, അതുപോലെ GST റിപ്പോർട്ടുകൾ. GST ഫയൽ ചെയ്യാൻ നേരത്ത് നമുക്ക് ടെൻഷൻ അടിക്കേണ്ട, പേപ്പറും ബുക്കും കാര്യങ്ങളൊന്നും എടുത്തിട്ട് നമ്മൾ അക്കൗണ്ടൻ്റ് പോയി കാണേണ്ട കാര്യമില്ല. ഇതിനകത്ത് തന്നെ നമുക്ക് GST ഫയൽ ചെയ്യാനുള്ള എല്ലാ റിപ്പോർട്ടുകളും നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ റിപ്പോർട്ട് നമ്മൾ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ വരുന്ന സെറ്റിങ്സ് എന്ന് പറയുന്ന ഈ ഒരു പാർട്ട്. ഈ സെറ്റിങ്സ് എന്ന് പറയുന്ന പാർട്ടിനകത്ത് നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ സെറ്റിങ്സ് ഫുള്ള് ചേഞ്ച് ചെയ്യാം, നമ്മുടെ പ്രൊഫൈൽ ചേഞ്ച് ചെയ്യാം, അതുപോലെ തന്നെ നമ്മുടെ ഡാറ്റാബേസിൻ്റെ ബാക്കപ്പ് എടുക്കാം, അതുപോലെ തന്നെ കമ്പനി ഡീറ്റെയിൽസ് ചേഞ്ച് ചെയ്യുന്നു, അതുപോലെ തന്നെ ഇൻവോയ്സ് സെറ്റിങ്സ് ചേഞ്ച് ചെയ്യുന്നു, എസ്റ്റിമേറ്റ്, അതുപോലെ പർച്ചേസ് ഓർഡർ, ഓരോന്നിൻ്റെയും ഇൻഡിവിജ്വലി സെറ്റിങ്സ് പാർട്ടുകൾ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ചെയ്യാൻ ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ സംസാരിച്ച് തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 10 മിനിറ്റ്സ് ആയി അല്ലേ. അപ്പോൾ 10 മിനിറ്റ്സ് കൊണ്ട് തന്നെ ഞാനിപ്പം ബാലസ്റ്റ് ബില്ലിംഗ് സോഫ്റ്റ്വെയറിൻ്റെ ഒരു ഓവർവ്യൂ നമ്മൾ പറഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ പുതിയതായിട്ടൊരു ഈ ബാലസ്റ്റ് ബില്ലിംഗ് സോഫ്റ്റ്വെയർ എടുക്കുന്ന ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒന്ന് ലോഗിൻ ചെയ്താൽ തന്നെ അത്യാവശ്യം നോളജ് ഉണ്ടെങ്കിൽ ഇതിനകത്തുള്ള എല്ലാ ഫങ്ഷൻസും മനസ്സിലാക്കി അവർക്ക് സ്വന്തമായിട്ട് തന്നെ എൻ്റർ ചെയ്ത് പോകാം എന്നുള്ളതാണ് ബാലസ്റ്റ് ബില്ലിംഗ് സോഫ്റ്റ്വെയറിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത. ഇതിനകത്ത് എല്ലാ ഫങ്ഷൻസും ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതും കൂടെ. അതുപോലെ തന്നെ ബാലസ്റ്റ് ബില്ലിംഗ് സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് തന്നെ നമ്മുടെ balast.in എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെ ഏത് ബിസിനസ് ആണെങ്കിലും, ഇപ്പോൾ ടെക്സ്റ്റൈൽ ഷോപ്പ്, ഹാർഡ്വെയർ ഷോപ്പ്, റെസ്റ്റോറൻറ്റ്, ഏത് ബിസിനസ്സും ആയിക്കോട്ടെ, അതുപോലെ വാൻ സെയിൽ,
ഏത് ബിസിനസ്സും ആയിക്കോട്ടെ, ആ ബിസിനസ്സിന് ആനുപാതികമായിട്ടുള്ള നല്ല ബില്ലിംഗ് സോഫ്റ്റ്വെയറുകൾ balast.in എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് തന്നെ ഡൗൺലോഡ് ചെയ്ത്, നിങ്ങൾക്ക് തന്നെ ട്രയൽ ഇൻസ്റ്റാൾ ചെയ്ത്, നിങ്ങൾക്ക് തന്നെ യൂസ് ചെയ്ത് തുടങ്ങാം എന്നുള്ളതാണ്. നമ്മുടെ കസ്റ്റമർ സർവീസ് സപ്പോർട്ട്, ബാലസ്റ്റ് ബില്ലിംഗ് സോഫ്റ്റ്വെയറിൻ്റെ കസ്റ്റമർ സർവീസ് സപ്പോർട്ട് ടീം കേരളത്തിനകത്തും പുറത്തുമായി എല്ലാ ഡിസ്ട്രിക്റ്റുകളും അവൈലബിൾ ആണ്. കൂടുതലും ബാലസ്റ്റ് കസ്റ്റമർ സർവീസ് സപ്പോർട്ട് ടീമിന് കൂടുതൽ കോൺടാക്റ്റ് ചെയ്യാനായിട്ടുള്ള സർവീസ് സപ്പോർട്ട് നമ്പർ ഈ വീഡിയോയുടെ താഴെ തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ നമ്പർ നോക്കി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. നിങ്ങൾക്ക് പുതിയൊരു സംരംഭം തുടങ്ങുവാണെങ്കിൽ ആ സംരംഭത്തിലോട്ടുള്ള ബില്ലിംഗ് സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ആ നമ്പർ ഞാൻ കൊടുത്തിരിക്കാം. അപ്പോൾ ആ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചിട്ട് ഞങ്ങളുടെ സർവീസ് സപ്പോർട്ട് ടീമുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ബാലസ്റ്റ് ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കാം ഇനി മുതൽ. ഞാൻ കൂടുതൽ വീഡിയോ നീട്ടുന്നില്ല. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.